കൂട്ടുകാരെ, അപ്പം നമുക്കിന്നൊരു ബിരിയാണീൻ്റെ റെസിപ്പി ആയാലോ. ആദ്യം നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും പറിക്കാം. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി പേസ്റ്റാക്കി എടുക്കണം കൂട്ടുകാരെ. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ ഉള്ളി അരിഞ്ഞെടുക്കാം. ഞങ്ങളിവിടെ 6 വെല്ലുള്ളി ആട്ടോ എടുത്തിട്ടുള്ളത്. മസാല ഉണ്ടാക്കാനും റൈസിൻ്റെ മേലെ വറുത്തിടാനും സലാഡിനുമാണ് ഉള്ളി വേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. ഞങ്ങളിവിടെ മഞ്ഞളും ഉപ്പും മുളകും ഇട്ട് വേവിച്ച ചിക്കൻ ആട്ടോ ഫ്രൈ ചെയ്യുന്നത്. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായി അരി കഴുകിയെടുക്കാം കൂട്ടുകാരെ. 3-4 തവണ കഴുകിയെടുക്കണേ. തവണ കഴുകി നമുക്ക് അരിനൊന്ന് മാറ്റി വെക്കാം. നമുക്ക് അടുപ്പിലോട്ട് ഒരു ബിരിയാണി പോട്ട് വെക്കാമേ. നമ്മുടെ ചിക്കൻ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഞങ്ങൾ ഇതിനെ മറിച്ചിടാൻ പോവാണ് കേട്ടോ. എല്ലാ പീസിനെയും ഓരോന്നോരോന്നായി മറിച്ചിടുക കേട്ടോ. ഇനി നമുക്ക് ചോറിൻ്റെ പരിപാടി നോക്കാം കൂട്ടുകാരെ. ബിരിയാണി പോട്ട് നല്ലോണം ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഗ്രാമ്പൂ, പട്ട, ഏലക്കായ, പെരുംജീരകം, ഒരു തക്കോലം, പിന്നെ കുറച്ച് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും ബിരിയാണി പോട്ടിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം വഴട്ടണം. അതിനുശേഷം നമ്മൾ കഴുകി വെച്ച അരി ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അരി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇങ്ങനെ വറുത്താൽ ചോറ് കുഴയില്ല കേട്ടോ. ഇനി നമുക്ക് അരി വേവാനായി വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന്. എടുത്തിരിക്കുന്ന അരിൻ്റെ ഡബിൾ വെള്ളാട്ടോ ഒഴിക്കേണ്ടത്. ഞങ്ങളിവിടെ തിളപ്പിച്ച വെള്ളാട്ടോ കൂട്ടുകാരെ എടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില ഇട്ടു കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ നല്ലോണം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അതിന് പാത്രത്തിലേക്ക് മാറ്റുക കേട്ടോ. ഇനി അടുത്ത ട്രിപ്പ് ചിക്കനും ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ ബിരിയാണി റൈസ് ഇച്ചിരി വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വെക്കണം കേട്ടോ. ഇനി നമുക്ക് റൈസ് ഒന്നും കൂടി ഒന്ന് തുറന്ന് വെക്കാം കേട്ടോ. അപ്പം ഏകദേശം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അടിയൊന്ന് ഇളക്കിയിട്ട് പൊത്തി വെച്ചിട്ട് മൂടി വെക്കുന്നുണ്ട്. സൈഡിൽ നമ്മൾ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസിൻ്റെ മേലിടാനുള്ള ഉള്ളി ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ റൈസ് ഇവിടെ ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ ഉള്ളിയും ക്യാരറ്റും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണീൻ്റെ മസാലേൻ്റെ പരിപാടി നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി നല്ലോണം വഴറ്റണം കേട്ടോ. അതിനുശേഷം നമ്മൾ പേസ്റ്റാക്കി എടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം അതിലേക്ക്. ഇനി ഒരു തക്കാളി എടുത്ത് അരിഞ്ഞു വെക്കണേ. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമണം മാറിട്ടോ. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം 1 ടീസ്പൂൺ. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടോ. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. പിന്നെ ഞങ്ങളിതാ 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പുതിനയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുത്താൽ ആ പനി അങ്ങ് തീരൂലേ. മല്ലിയിലയും കൂടി ഇടുന്നുണ്ട്, അത് പറയാൻ വിട്ടുപോയി, സോറി കൂട്ടുകാരെ. ഇതിനെല്ലാത്തിനും നല്ലോണം വഴറ്റിയെടുക്കണം കേട്ടോ. അതിനുശേഷം ചിക്കൻ വേവിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് കേട്ടോ കൂട്ടുകാരി ഇത് ഭയങ്കര ടേസ്റ്റി ആക്കുന്നത്. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി നമുക്കിതിനെ ദമ്മിടാം. ആദ്യം ഒരു പാത്രത്തിലേക്ക് കുറച്ച് റൈസ് ഇടണം. നമ്മൾ വറുത്ത് വെച്ച ഉള്ളിയും ക്യാരറ്റും ഇടണം. ചിക്കൻ പീസോട് കൂടിയുള്ള മസാല ഇട്ട് കൊടുക്കണം. ഇതേ സംഭവങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അപ്പം ഇതാട്ടോ ഞങ്ങളെ വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണി. ഞാനും ചേച്ചിയും കൂടെ കഴിക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ബിരിയാണി ആയിരുന്നു കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ എല്ലാവർക്കും ബൈ.